എന്തിലും ഏതിലും മതസംഘടനകൾ ഇടപെടുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. ഒരു മതസംഘടന എതിർക്കുമ്പോൾ മറ്റ് മതസംഘടനകൾ അതിനെ അനുകൂലിക്കുന്ന സാഹചര്യം തമ്മിൽ സ്പർദ്ധയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇത്തരം നിലപാടുകൾ എന്തിനെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. സുംബ നൃത്തത്തിനെതിരെ ചില മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയുമായി വന്നത് ഒരു അധ്യാപകൻ തന്നെയാണ്. അതിന് പിന്നാലെ MSF മറ്റ് ചില സംഘടനകളുമടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഒന്നിനും ആരെയും നിർബന്ധിക്കുന്നില്ല, എന്നാൽ താല്പര്യമുള്ളവരെ തടയാൻ ആരും തയ്യാറാകാനും പാടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഉൾപ്പെടുത്താനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഇതിപ്പോൾ ഈ സൂംബ ഡാൻസ് തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് ഒരു മാസത്തോളം ഒക്കെ ആകുന്ന കഴിഞ്ഞ അധ്യയന വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു അധ്യയന വർഷം വരുമ്പോഴേക്കും ഇത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഏതാണ്ട് ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ ഡാൻസ് നടക്കുന്നുണ്ട്. കുട്ടികളും അധ്യാപകരും വളരെ ആക്റ്റീവായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആ ഒരു സൂംബ ഡാൻസിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാൻ കഴിയും. സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഇപ്പോൾ വിസ്ഡം, അതുപോലെ തന്നെ സമസ്ത, പിന്നീട് MSF അടക്കമുള്ള സംഘടനകളാണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന ന്യായീകരണങ്ങൾ വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അല്പവസ്ത്ര ധരിച്ചൊക്കെ ഈ നൃത്തം ചെയ്യുന്നു എന്നാണ് ഈ TK അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകനും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇവർ രംഗത്ത് വരുന്നത്? ഷമ്മി, മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പും അതോടൊപ്പം തന്നെ സുന്നി വിഭാഗങ്ങളുമാണ് ഇതിനെതിരെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് എത്തിയത്. EK വിഭാഗം സമസ്തയുടെ യുവജന വിഭാഗം ജനറൽ സെക്രട്ടറിയായ അബ്ദുസമദ് പൂക്കോട്ടൂർ ഇന്നലെ ഇക്കാര്യത്തിൽ വിശദമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് ലഹരി വിരുദ്ധത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ലഹരി സൂംബ ഡാൻസിനെ കൊണ്ട് തടയാൻ കഴിയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇസ്ലാമിക സംസ്കാരവുമായി യോജിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ ജാഗ്രത വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളയാതെയാണ് പിന്നീട് മുസ്ലിം ലീഗ് നേതാക്കൾ PMA സലാം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. ഇത് പരിശോധിച്ചു വരികയാണ്, എന്താണ് ഈ ഡാൻസിന്റെ ഉള്ളടക്കം എന്നത് പരിശോധിച്ചു വരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് യൂത്ത് ലീഗിന്റെ നേതാക്കൾ ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെയുള്ളവർ, MSFന്റെ നേതാക്കൾ PK നവാസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. നിർബന്ധിത നൃത്തം അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത്തരത്തിൽ എവിടെയും ഒരു നിർബന്ധ സാഹചര്യം എവിടെയും ഇല്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്കൂളിലും അത്തരത്തിലൊരു അനുഭവവും നമുക്കില്ല.
പക്ഷേ നിർബന്ധിത നൃത്തം അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ MSF ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തിയിട്ടുള്ളത്. സ്വാലിഹ്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ നമുക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമസ്തയും അതുപോലെ തന്നെ MSFും ഒക്കെ ഇതിനെതിരായിട്ട് രംഗത്ത് വരുമ്പോൾ മറ്റ് ഒരു വിഭാഗം ഇതിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ന്യായീകരണങ്ങൾ കണ്ടില്ലേ, ഇതാണ് താലിബാനിസം, ഇതാണ് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ നടന്നത്, നാളെ ഇവർ പെൺകുട്ടികൾ സ്കൂളിൽ പോകണ്ട എന്ന് പറയും, നാളെ ഇവർ മറ്റ് കലാപരിപാടികൾ നടത്തണ്ട എന്ന് പറയും. ആ രീതിയിലേക്ക് ഈ ഒരു ഒന്നോ രണ്ടോ സംഘടനകൾ, മുസ്ലിം സമുദായത്തിലെ ഒന്നോ രണ്ടോ ചെറിയ സംഘടനകൾ അവർ നടത്തുന്ന ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ട് സമുദായത്തെ പോലും ഈ രീതിയിൽ മൊത്തത്തിൽ ഒരു മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകാൻ വലിയൊരു വിഭാഗം ഇപ്പുറത്ത് ശ്രമിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു തലം എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും ഷമ്മി, അത്തരത്തിൽ പരസ്പരം ഇത്തരം കാര്യങ്ങളിൽ മതം കലർത്തുകയും അത് സജീവ ചർച്ചയാക്കി നിർത്തുന്നതും സമൂഹത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നത് ഷമ്മി സൂചിപ്പിച്ചതുപോലെ ശരിയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ നമുക്ക് കാണാം, ഈ സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഉന്നയിച്ച കാര്യങ്ങളല്ല. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ അവരുടെ മദ്രസകളിലും മറ്റുമൊക്കെ എത്രയോ കാലങ്ങളായി, അത് ഉണ്ടായ കാലം മുതൽ തന്നെ കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നതിന് എതിരാണ്, ഇത്തരം സ്റ്റേജിൽ കയറുന്നതിന് പോലും എതിരാണ്, നൃത്തം ചെയ്യുക, സംഗീതം അഭ്യസിക്കുക, ഇതിനൊക്കെ സമസ്ത എല്ലാ കാലത്തും എതിര് നിൽക്കുന്ന സംഘടനയാണ്. പക്ഷെ ഇപ്പോൾ അത്തരം നേതാക്കൾക്ക് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. അത് ഈ സമൂഹത്തിൽ ചർച്ചയാകുന്നു, പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു. അത് ഷമ്മി സൂചിപ്പിച്ചതുപോലെ വലിയ വിഭാഗീയതക്കും അത്തരത്തിലുള്ള സ്പർദ്ധയിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള ദൂരം വിദൂരമല്ല എന്ന് ഈ നേതാക്കളാണ് ശരിക്കും ജാഗ്രത പുലർത്തേണ്ടത്. പക്ഷെ ഇവർ ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ തുടർച്ചയായ വിഷയങ്ങൾ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഈ മുസ്ലിം സംഘടനകളെല്ലാം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം, രാവിലത്തെ സമയം തുടങ്ങുന്നത് 10:30-ക്കാണ് സ്കൂൾ സമയം, ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ പല വിഷയങ്ങൾ, കരിക്കുലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സവാദം. ഇപ്പോൾ ഒരു സൂംബ ഡാൻസ് കൊണ്ടുവന്നു. കുട്ടികൾ വൈകുന്നേരത്തെ ഒരു റിലാക്സ്, വളരെ ആശ്വാസത്തോടെ സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, ഇതിനെതിരെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്തുകൊണ്ടാണ് സമസ്തയുടെയും മറ്റും നേതാക്കന്മാർ ഇതിൽ ഇടപെടുന്നത്. ഷമ്മി, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമുക്കറിയാം, ഈ അഷ്റഫ് എന്ന അധ്യാപകൻ, അദ്ദേഹം ഈ ഏതോ ഒരു സംഘടനയുടെ ഭാരവാഹിയൊക്കെയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു വളരെ ദീർഘമായ ഒരു കുറിപ്പാണ് ഇറക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് നടപടി വേണമെങ്കിലും എടുക്കട്ടെ, ഞാനത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അടക്കം ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട്, അതായത് സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം, ഈ അല്പവസ്ത്രം എന്നൊക്കെ ഉള്ള ആ പ്രയോഗം അത് തന്നെ വളരെ ആസൂത്രിതമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പല ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ വലിയ ഒരു ഔത്സുക്യം പലരും കാണിക്കുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളെ ഇത്തരത്തിൽ ഉണ്ടെന്ന് വരുത്തി എന്നിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം നടത്തുകയാണ്. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യമാണ്. ഈ വിഷ്വലുകൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. കുട്ടികൾ യൂണിഫോമിൽ എത്ര സന്തോഷകരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ആനന്ദത്തോടെ ചെയ്യുന്ന ഒരു എതിർക്കുന്നത്, മതനേതാക്കൾ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, അവർക്ക് മതപരമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇക്കാര്യത്തിലുണ്ട്. പക്ഷെ പുരോഗമനപരമായി ചിന്തിക്കേണ്ട രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, MSF പോലുള്ള മുസ്ലിം ലീഗിന്റെ ഒക്കെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇത്തരം സാലിഹ് തുടരുക. ഇപ്പോൾ M ജയചന്ദ്രൻ കൂടി ചേരുകയാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ ജയചന്ദ്രൻ, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ, ഈ സൂംബ ഡാൻസിന് എതിരായിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ പിന്നീട് ഇതിനെ എതിർക്കുന്നവരുടെ ഒരു പ്രചണ്ഡമായ പ്രചരണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് കണ്ടില്ലേ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് താലിബാനിസമാണ്. അവർ ഇപ്പോൾ നൃത്തം ചെയ്യേണ്ട എന്ന് പറയും, നാളെ യൂത്ത് ഫെസ്റ്റിവൽ വേണ്ട എന്ന് പറയും,
പെൺകുട്ടികൾ സ്കൂളിൽ പോകണ്ട എന്ന് പറയും. അങ്ങനെ ഇതിനെ പിടിച്ച് ആയിരക്കണക്കിന് കമൻറ്റുകളും പോസ്റ്റുകളുമാണ് വന്നിരിക്കുന്നത്. ഒരു വളരെ സൗഹാർദ്ദപരമായി നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ഇത്തരത്തിൽ ചില വളരെ ചെറിയ എലമെൻറ്റ്സ്, വലിയ സ്വാധീനമോ ഒന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ഇവരിങ്ങ് ഇറങ്ങുകയാണ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും. ജയചന്ദ്രൻ. അതെ 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 കേരള സർക്കാർ എന്ത് ചെയ്യണം? അത് ഓരോരോ വകുപ്പുകളിലും തങ്ങളുടെ തീട്ടൂരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തൊക്കെയാണ് കെടുതികൾ വരുത്തി വെക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഗവേഷണ പടുക്കളായ ഒരുപാട് എന്താ പറയുന്നത്, സാമൂഹ്യ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത പണിയാണ് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി സുവ്യക്തമായി നിലപാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്തു ചെയ്യണം? വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. അപ്പോൾ ആ മുന്നണി എന്ത് ചെയ്യണം, സർക്കാർ എന്ത് ചെയ്യണം എന്നൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും ഔട്ട്സോഴ്സിങ് അഡ്വൈസിന് ആരെയും വെച്ചിട്ടില്ല ഗവൺമെൻറ്. അത്തരം ഔട്ട്സോഴ്സിങ് അഡ്വൈസേഴ്സ് ഉള്ളത് ദയവായി നിശബ്ദത പാലിക്കുക എന്ന് നമ്മുടെ മര്യാദ കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നത്. ആ നിശബ്ദത അവർ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പൊക്കോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. ഇടയ്ക്ക് നേരത്തെ ഷമി ഓർക്കുന്നില്ലേ, ഒരു മെക്സവൻ വിവാദം ഓർക്കുന്നില്ലേ? മെക്സവൻ എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായത്, അത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ ഇത് സൂംബ എന്ന പേരിലാണ്. ഈ സൂംബ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ആദ്യം പോയിന്ന് മനസ്സിലാക്കിയിട്ട് വാന്നേ, എന്നിട്ട് വർത്തമാനം പറയുമ്പോഴല്ലേ ഈ തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടല്ലോ ഈ പറയുന്നവനും എന്ന് നമുക്കെങ്കിലും തോന്നും. ഇത് ചുമ്മാ അങ്ങ് ചാടിക്കടിക്കാൻ വരുന്നത് പോലെ, വെറുതെ അങ്ങ് കടന്ന് കുരയ്ക്കുന്നത് പോലെ ആയി പോവുകയല്ലേ ചെയ്യുന്നത്. എന്താണ് വാസ്തവത്തിൽ ഈ സൂംബ ഡാൻസ് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് തപ്പിയിട്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ വരെ ഉണ്ട്. ഇപ്പോൾ ഈ സൂംബ ഡാൻസ് തുടങ്ങിയത് 1993 കൊളംബിയയിലാണ്. ആൽബർട്ടോ പെരസ് എന്ന് പറഞ്ഞ ഒരു ഡാൻസർ, വെറും ഡാൻസറല്ല, എയറോബിക് എക്സസൈസിനെ ഡാൻസിങ് മോഡിലേക്ക് മാറ്റിയ ലോകപ്രശസ്തനായ കക്ഷിയാണ് പെരസ്, ആൽബർട്ടോ പെരസ്. അദ്ദേഹമാണ് അത് തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം 2001 മിയാമിയിലേക്ക് US മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറുന്നു. അവിടെ അത് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. 2006 ഒരു സൂംബ LLC എന്ന് പറഞ്ഞൊരു വലിയ കമ്പനി തന്നെയായിട്ട്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ മെറിറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ നൃത്തത്തെ സംബന്ധിച്ചോ ഒന്നുമല്ല. ഇവർ ഇതിന്റെ പേരിൽ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്താണ്? അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അല്പ വസ്ത്രം ധരിച്ച് ഈ കൊച്ചുകുട്ടികളാണ്, ഒന്ന് ആലോചിക്കൂ, 10, 12, 13 വയസ്സുള്ള കൊച്ചുകുട്ടികളാണ് ഈ സന്തോഷത്തോടു കൂടി ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അവിടെ എവിടെയാണ് ഈ അല്പവസ്ത്രം ഈ അധ്യാപകൻ കണ്ടത്? അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഇതിൻ്റെ മെറിറ്റൊന്നുമല്ല. ഈ സമൂഹത്തിൽ ഞങ്ങളൊക്കെ പ്രബലന്മാർ, പ്രമാണിമാർ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളെയൊക്കെ വകവെച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അതാണ് ഈ മെസ്സേജ്. അല്ലാതെ അവരെ സംബന്ധിച്ച് ഈ കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് ഒന്നുമല്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഈ അഷ്റഫ് ഇന്നലെയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇടുന്നത്. ഇത് എത്ര നാളായി ഇത് സ്കൂളുകളിൽ നടക്കുന്നു? അന്നൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ഉറങ്ങിക്കിടന്നവർ ഉണർന്നെണീറ്റ് വന്ന് ഈ ഒരു എതിർപ്പ് പ്രകടമാക്കുന്നത്. അതെ, അത് തന്നെയാണ് കാര്യം. ദൈവരാജ്യം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണല്ലോ അഷ്റഫും അനുചരന്മാരും നടക്കുന്നത് കുറേ കാലമായിട്ട്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തിൽ ദൈവവിശ്വാസത്തിൽ നമ്മളാരും ഇടപെടാൻ പോകുന്നില്ല. ഗവൺമെൻറ് ഒരു കാരണവശാലും ഇടപെടില്ല. കാരണം മതനിരപേക്ഷമായ രാജ്യത്ത് മതേതരമായ ഭരണഘടനയുടെ കീഴിലാണ് എല്ലാ പ്രവർത്തികളും നടക്കുക. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് അതിനെ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കാനുള്ള ശ്രമം അഷ്റഫ് എന്നല്ല, ആരൊക്കെ ആഞ്ഞു ശ്രമിച്ചാലും നടക്കില്ല. അത് അനവധി തവണ വ്യക്തമാക്കപ്പെട്ടുള്ളതാണ് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ, പൊതുവിടങ്ങളിലൊക്കെ. അത് നിലമ്പൂരിനെ കാണിച്ചൊന്നും
പിന്നെ വിരട്ടാമെന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഷമ്മിയെ കേരളത്തിലിത്? ഒരു അഷ്റഫാണോ ഇതൊക്കെ തീരുമാനിക്കാൻ അഷ്റഫിന് പിറകെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതിനകത്ത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. നമ്മൾ അപ്പം തന്നെ അത്രയും ഒരു പരാതി വന്നു, ഒരു കൺസേൺ വന്നു, അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. പക്ഷേ ഒരു ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നാൽ മതത്തിന് മതാചാരപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകാം. ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട്. അത് പ്രത്യേകം നടത്തണം. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെൻറ് നൽകുന്നത്. ഈ സൂംബ ഡാൻസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് ആദ്യം ഇത്തരത്തിലൊരു നിർദ്ദേശം വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കാം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള. ഈ സ്ട്രെസ് ആകെ നീങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ? എന്താ ഡാൻസിന്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താനും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും എക്സസൈസ് എടുക്കണല്ലോ ഇതിന്റെ കൂട്ടത്തിൽ. അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. കുട്ടി ഒരു നല്ല ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കും. നല്ലോണം വേർക്കും, നല്ല സ്ട്രെസ് നീങ്ങി കിട്ടുന്ന കുട്ടികളായിട്ട് മാറും. ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. ശ്രീ ജയചന്ദ്രൻ തുടരുകയാണ്. ജയചന്ദ്രൻ, എത്ര നല്ലൊരു ആശയത്തെയാണ് ഈ രീതിയിൽ ചില ആൾക്കാർ, ഒന്നോ രണ്ടോ വളരെ ചെറിയ ആൾക്കാർ ചേർന്ന് വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഭയങ്കരമായും ഒരു മതത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനായി അത് മാറുകയാണ്. ഈ ഒന്നോ രണ്ടോ പേര് ഈ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ മതത്തിനെ ആകപ്പാടെ അത് ആ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ താലിബാനുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ കുറേയധികം മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം ഈ താലിബാൻ്റെ ചിത്രമാണ്. അവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പോസ്റ്റുകളായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അത്ര ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ അന്തരീക്ഷത്തെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പോയ ഒരു കാര്യമുണ്ട്. ആരും അടിച്ചേൽപ്പിക്കേണ്ട, അവരുമായിട്ട് ചർച്ച ചെയ്യണം. എവിടെയാണ് ഇത് അടിച്ചേൽപ്പിച്ചത്? ആരും അടിച്ചേൽപ്പിച്ചില്ല. ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാം. ഒരു അടിച്ചേൽപ്പിക്കലും ഉണ്ടായില്ല. ജയചന്ദ്രൻ, അടിച്ചേൽപ്പിച്ചില്ല. ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാം. ഒരു അടിച്ചേൽപ്പിക്കലും ഉണ്ടായില്ല. ജയചന്ദ്രൻ, ഇവിടെ പിന്നെ എടുത്തു പറയുകയാണ് മുഖ്യമന്ത്രി. വൈകുന്നേരം വരെയുള്ള സ്ട്രെസ്സുണ്ട്, അത് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കൊണ്ട് ആ സ്ട്രെസ് റിലീഫ് കിട്ടുകയാണ്. അത് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൃത്തരൂപമായിട്ട്
ഇങ്ങനത്തെ സംഗതി കേൾക്കുന്നുണ്ട്. അത് അടുത്ത വിദ്യാഭ്യാസ വർഷമെങ്കിലും വ്യാപകമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകണം, തീരുമാനമെടുക്കണം എന്ന് പറയുകയാണല്ലോ. താലിബാനിസം അങ്ങനെയല്ലല്ലോ. കുട്ടികൾ പിന്നെ സ്കൂളിൽ പോകുന്നതിന് എതിരായിട്ടുള്ള രാജ്യമാണ് താലിബാൻ. താലിബാനിസത്തിൻ്റെ പഴയ ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. ഇപ്പോൾ കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ ആ പ്രശ്നമേ വരുന്നില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ജയചന്ദ്രൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ അഷ്റഫിനെ പോലെയുള്ള അല്ലെങ്കിൽ സമസ്തയും അതുപോലെ തന്നെ പിന്നെ MSFും ഒക്കെ ഇത്തരത്തിൽ ഒരു ഡാൻസിനെതിരായിട്ടുള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ അത് ആ മുസ്ലിം മതത്തെ തന്നെ ഒരു പോയിന്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗം ഇത് താലിബാനിൽ നടക്കുന്നതിൻ്റെ തുടക്കമാണ്, ഇവിടെയും അത് ആവർത്തിക്കാൻ പോവുകയാണ് എന്ന രീതിയിലൊരു താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അപ്പുറത്തെ സൈഡിൽ കൂടി നടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സംഘപരിവാർ അടക്കമുള്ളവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതെ, ഞാൻ അത് തന്നെയാണ് മനസ്സിലാക്കി തന്നെയാണ് ആ നിലയിൽ തന്നെയാണ്. അതെ, അത് മനസ്സിലാക്കി തന്നെയാണ് ഷമി. പിന്നെ ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി തന്നെയാണ്. പക്ഷേ നമ്മളിതൊക്കെ ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി വേദിയിലെടുത്ത് പറയുമ്പോൾ, അടുത്ത വർഷം മുതൽ ആരംഭിക്കണമെന്ന് നിർദ്ദേശം വെക്കുമ്പോൾ ഇതിനെയാണ് എങ്ങനെ ചിത്രീകരിക്കുന്നത്? മറ്റൊരു ഭരണഘടനാ പദവിയിൽ ഉള്ള പ്രതിപക്ഷ നേതാവ് പറയുകയാണല്ലോ, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത്തരം പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയ്ക്ക് വളം വെക്കുന്ന ഒരു ആശയഗതിയായിട്ട് ഇതിനെ പലരുടെയും മനസ്സിലേക്ക് കടത്തിവിടുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചെയ്യുന്നത്. വളഞ്ഞ വഴി കൂടൊന്നുമല്ല, നേരിട്ട് കടത്തിവിടുക. അതിന് പരിഹാരമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത്തരക്കാരോട് ഗവൺമെൻറ് ചർച്ച നടത്തണം. അതെന്തിനാണ്? ആരോടാണോ ചർച്ച നടത്തണമെന്ന് സതീശൻ ആവശ്യപ്പെടുന്നത്? അഷ്റഫിനോട് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്? അതോ പിന്നെ ആ മുസ്ലിം സമുദായത്തിനെ ഇക്കാര്യത്തിൽ ഒരു സമുദായത്തിനെ ആകെ പ്രതിക്കൂട്ടിലേക്കാക്കുന്ന വിധം ഈ പ്രശ്നത്തെ അപമാനകരമായി ചിത്രീകരിക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിനെയോ അവരോട് ചർച്ച നടത്തണമെന്നോ? ഇതിന് എന്താണ് പിന്നെ ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടത് നിലമ്പൂരിലാണല്ലോ. പിന്നെ ഈ BJP സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഉടനെ ഇവരൊക്കെ കൂടെ ചേർന്ന് ഉയർത്തിയ ഒരു കോറസ് ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ BJP CPM അന്തർധാര. പക്ഷേ പിറ്റേ ദിവസം കണ്ടത് BJPയുടെ വേറെ സ്ഥാനാർത്ഥി ഇറക്കുന്നതാണ്. ആ സ്ഥാനാർത്ഥിയുടെ കുറേ വോട്ട് പിന്നെ UDFന് കൊടുത്തു എന്ന് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് ആ സ്ഥാനാർത്ഥി തന്നെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് പഴി മുഴുവൻ ആർക്കാണ്? അവിടെയും പഴി മുഴുവൻ LDFനാണ്, CPMനാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണത്രേ അദ്ദേഹം കാണുന്നത് ഇതിലൊക്കെ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ നിഷ്കളങ്കമായല്ല, വളരെ ആസൂത്രിതമായിട്ടുള്ള ചില അന്തർനാടകങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ പോലും വരുന്നത് എന്ന് തന്നെയാണ് ഷമ്മി ഇതിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും പിന്നെ തിരിച്ചറിയേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതങ്ങനെ ഉടനെ ഒന്നും ഒതുങ്ങുന്നതുമല്ല. മറ്റ് പലതും ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ. അതേ നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ച് ചെയ്യേണ്ടത് കേരളം ചെയ്യുന്ന മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായവും. കാരണം ഇത് ഈ സൂംബ ഡാൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നത് തന്നെ അതിനൊരുപാട് സയൻസ് ഉണ്ട്. അതൊക്കെ പറയാൻ കഴിയണം, പ്രചരിപ്പിക്കാനും കഴിയണം. പിന്നെ LDF എന്നുള്ള നിലയിലും ഗവൺമെൻറ് എന്നുള്ള നിലയിലും പാർട്ടികൾ, LDFിലെ പാർട്ടികൾ വെവ്വേറെയും ആ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവരുടെ പിന്നെ ഇത്തരം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് ആവർത്തിക്കുകയാണ്, അപമാനകരമായ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതുതന്നെയാണ് ഒരു സമുദായത്തിനെ ഇതിൻ്റെ ഭാഗമായി കുഴിച്ചടിക്കാൻ അല്ലെങ്കിൽ ബോധപൂർവം അവരെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കും ഒപ്പം തന്നെ കാണണം ഈ അഷ്റഫിനെ പോലുള്ള ആൾക്കാരുടെ നിരർത്ഥകമായ ജൽപ്പനങ്ങളെയും. അങ്ങനെ തന്നെയാണ് നമ്മളതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ RSSന്റെ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഈ ഒരു കാവ്യവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിൻ്റെ മറുഭാഗത്താണ് ഇത്തരത്തിൽ മറ്റൊരു വിഭാഗം ഈ ഒരു പ്രചരണവുമായി രംഗത്ത് വരുന്നത്. ഒന്ന് ആലോചിക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എങ്ങനെ തങ്ങളുടെ വർഗീയ ചിന്തകളെ കയറ്റിവിടാം എന്നുള്ള ഒരു നിരന്തരമായ ഒരു ഗവേഷണം എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ
കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉന്നതമായിട്ടുള്ള മതേതര ബോധം കാരണം ഇവരിൽ പലർക്കും ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ UDFന്റെ ഒരു സർക്കാരായിരുന്നുവെങ്കിൽ തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് പല ആൾക്കാരും രണ്ട് ഭാഗത്തുമുള്ളവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതെ, അതിലെനിക്ക് ഷമി മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം കൂടെ ഒന്ന് പറയാനുണ്ട്, അവതരിപ്പിക്കാനുണ്ട് ഇവിടെ. അതായത് ഈ ഭാരതാംബ വിവാദം എന്ന് പറയുന്നത് ആദ്യം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കൃഷിമന്ത്രി പ്രസാദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ ആദ്യം ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ ഏതാണ് ഒരു NSSൻ്റെ അല്ലേ പരിപാടിയുടെ ഭാഗമായിട്ട് 19-ാം തീയതി ശിവൻകുട്ടി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രശ്നമുണ്ടാവുന്നത്. അതെ, അതുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിവാദം വരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഈ കാര്യത്തെ കാണണമെന്നാണ്. കാരണം ഈ ഭാരതാംബയല്ല അവിടെ വിവാദമാക്കപ്പെട്ടത്, അത് ശക്തിയായിട്ട് പറയണം. മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി പ്രസാദും അക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പ്രസാദ് പറഞ്ഞ സർക്കാരിൻ്റെ നിലപാടാണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്നാന്നുള്ളത് പുറത്തു വന്നു. പക്ഷേ ഇവർ ഒളിപ്പിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഇവരൊളിപ്പിച്ചു വെക്കുന്നത് പറയാൻ കഴിയില്ല. പൊതുവിൽ നമ്മൾ പരിഗണിക്കാത്ത അതിലെ ഒരു ഘടകമാണ് ഈ അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പവുമായി ചേർത്ത് വെക്കുന്ന ഒരു ഭൂപടമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ആ ഭാരതാംബയുടെ ചിത്രത്തിന് പുറകിൽ അതാണല്ലോ ഉള്ളത്. ഭാരതാംബ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഭാരതാംബയുടെ പ്രതീകമായിട്ടൊരു സ്ത്രീരൂപം, അതിൽ കാവിക്കൊടി പിടിപ്പിച്ചിരിക്കുന്നു. അതിനോടാണ് വിയോജിപ്പ് സർക്കാർ പറഞ്ഞത്. ഭരണഘടന ഇല്ലാത്ത ഒരു ചിഹ്നങ്ങളും അനുവദിക്കാൻ കഴിയില്ല, അതിനോട് യോജിപ്പുമില്ല. അത് തീർച്ചയായിട്ടും ശരിയായ നിലപാടാണ്. പക്ഷേ ഒപ്പം ഞാൻ പറയുന്നത് ഇതുകൂടെ പറയേണ്ടതാണ്. അഖണ്ഡ ഭാരതം എന്ന് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ക്ഷമയും നോക്കണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ശ്രീലങ്ക, മാലിദ്വീപ്, ഇത്രയും രാജ്യങ്ങളെ കശ്മീർ, ഓക്യുപ്പൈഡ് കശ്മീർ അടക്കമുണ്ട്, ഇന്ത്യയിലുള്ളത് മാത്രമല്ല. ഇത്രയും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ ഒരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഭൂപടം അത് ഇന്ത്യയുടെ അതിരുകൾ പുതിയ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിന് കൃത്രിമമായ ന്യായം കൊണ്ടിരുന്നത് ഇതാണ് അഖണ്ഡ ഭാരതം അത്രേ. അങ്ങനെ അഖണ്ഡ ഭാരതം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നും പറയില്ല. അപ്പോൾ ഈ കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ ഒരാളും അംഗീകരിക്കാനും കഴിയില്ല. അങ്ങനെ ഭരണഘടനാപരമായി അത്തരത്തിലുള്ള ഒരു പ്രതീകവും എവിടെയും ആരും പരാമർശിച്ചിട്ടുമില്ല. പക്ഷേ അതിനേക്കാളും ഗുരുതരമായൊരു ഭരണഘടനാ വിരുദ്ധതയാണ്, അല്ലെങ്കിൽ ഭരണഘടനയെ മറികടക്കുന്ന ലംഘിക്കുന്ന ഒരു പ്രവൃത്തിക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ ഗവർണർ തന്നെ നേതൃത്വം കൊടുക്കുന്നതാണ് ഇത്തരം ഒരു ഭൂപടം കൂടെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതിനൊരു ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെ മാധ്യമങ്ങളടക്കം ശ്രമിച്ച് കാണുന്നത്. അവർക്കക്കാര്യത്തിൽ പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പവുമായൊരു ഭൂപടം, അപ്പോൾ ഇന്ത്യയുടെ അതിരിനി വ്യാപിപ്പിക്കാനാണോ, എന്നിട്ട് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനാണോ? അങ്ങനെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാമെന്നാണ് ഇവരുടെ പദ്ധതി. അപ്പോൾ അതൊക്കെ എത്രത്തോളം കടന്ന കൈയാണ്. ജനാധിപത്യത്തിനെ തങ്ങൾക്ക് തരിമ്പും വിലയില്ല എന്ന് പരസ്യമായി അവഹേളിച്ച് പറയുന്നതിന് ഇതിനേക്കാളും ഒരു തെളിവ് വേറെ വേണോ ഷമി? ഇതാണല്ലോ കാണിക്കുന്നത്, ഇക്കൂട്ടർ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് അത് മറ്റൊരു പ്രശ്നമുള്ളത് ഈ കൾച്ചറൽ നാഷണലിസമാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ അതിമോഹമായിട്ട് കൊണ്ടു നടക്കുന്നത്. നമ്മൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഭാഷാ ദേശീയതകൾ, അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ തന്നെ രൂപീകരിക്കപ്പെട്ടത്. നമ്മൾ 1956 നവംബർ 1 കേരള സംസ്ഥാനമായി മാറിയതും എല്ലാവർക്കും അങ്ങനെ അതത് സംസ്ഥാന ഭാഷാ ദിനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഭാഷാടിസ്ഥാനത്തിലാണ് ദേശീയത. അതിനെ കാണുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. അതിന് പകരം ഇന്ത്യക്ക് ആകെ ഒരൊറ്റ സംസ്കാരമാണത്രേ. ആ സംസ്കാരത്തിനൊരു ദേശീയതയുണ്ട്. അതെന്താണ്? ഹിന്ദുത്വ. അതൊക്കെ ആരാണ് അംഗീകരിക്കുക? അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ജനത ഏതായാലും കേരളത്തിലില്ല. മറ്റ് പലയിടത്തും അവർ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലത് വിജയിക്കില്ല. പരസ്യമായിട്ട് സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും അതൊക്കെ ആവർത്തിച്ച് പല വട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി അത് കോടതിയിലേക്ക് പോവുകയാണ്. പലരും അതിന് തയ്യാറെടുക്കുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്തരം ഈ ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ ഭൂപടവുമായി
പോയാൽ അത് പിന്നെ ഔദ്യോഗികമാണോ അല്ലയോ എന്നുള്ളത് കേരള ഗവൺമെൻറ് കോടതിയിൽ വിശദീകരിക്കേണ്ടി വരുമെന്നേ, അല്ലെങ്കിൽ പറയിപ്പിക്കേണ്ടി വരും. ആ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഒരു വശത്ത് പോകുന്നത്. മറുവശത്താണ് ഇതുപോലുള്ള പിന്നെ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശനെ പോലുള്ളവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തരത്തിൽ മറ്റ് വക്രീകരണങ്ങൾ നടക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു കേരളത്തിനെ പഴയ കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ സതീശൻ പിന്നെ ആധുനിക ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം അവതരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ ഏറ്റവും മഹാനായ നേതാവായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള സതീശനൊക്കെ ചെയ്യുന്നത് കാളവണ്ടി യുഗത്തിലേക്ക് കേരളത്തിനെ വലിച്ചു കൊണ്ടുപോകാനാണ്. അത് നടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും നടത്തിക്കാനും കഴിയില്ല. അതിനെ രാഷ്ട്രീയമായിട്ട് എതിർപ്പാണെങ്കിൽ രാഷ്ട്രീയമായിട്ടും, നിയമപരമായിട്ട് എതിർപ്പാണെങ്കിൽ നിയമപരമായിട്ട് എതിർപ്പും രണ്ടും ചെയ്യേണ്ടി വരും. കേരളം അതിന് തയ്യാറാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമായും ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വിഷയത്തിൻ്റെ പേരിൽ പരസ്പരം ചെളിവാരിയെറിയുന്ന, ഇപ്പം നമ്മളതൊന്നും കാണുന്നില്ല, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ അപ്പുറമുള്ള തലങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ, അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പരസ്പരമുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. മനുഷ്യരെ എത്രമാത്രം അകറ്റാൻ പറ്റുമോ അത്രമാത്രം അകറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു വലിയ പരിശ്രമം ഈ ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. സ്വാലിഹ് തുടരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഈ മലപ്പുറത്തൊക്കെ ഈ സൂംബ ഡാൻസ് ഉണ്ടോ എന്നുള്ളത് പിന്നെ സ്വാലിഹ് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നൃത്തങ്ങൾ കാണുകയായിരുന്നു. എല്ലാ സ്കൂളുകളിലും ആ കുഞ്ഞുങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അതിൽ പങ്കെടുക്കുന്നത്. കാരണം 4-5 പീരീഡ് ക്ലാസ്സിലൊക്കെ ഇരുന്നിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നല്ല മനോഹരമായ പാട്ടും അതിന് ഒത്ത ചുവടുകളുമായി അധ്യാപകർ കൂടിയെത്തുന്നത്. അപ്പോൾ സ്വയം മറന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ നൃത്തമൊക്കെ ചവിട്ടിയതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മനസ്സും അവരുടെ ശരീരവും എല്ലാം ആ ഒരു എനർജി ലെവൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എവിടെയാണ് ഈ അല്പവസ്ത്രം എന്നൊക്കെ ഈ അധ്യാപകൻ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുമാത്രം സാമൂഹ്യ വിരുദ്ധമായ ചിന്തയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇതിലെവിടെയാണ് ഇവർക്ക് അല്പവസ്ത്രം കാണാൻ കഴിഞ്ഞത്? സ്വാലിഹ്, ഷമ്മി, എവിടെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാവുന്നില്ല. മറ്റെവിടെയും ഉള്ളതുപോലെ ഇത് മലപ്പുറത്തിന്റെ ഒരു വിഷയമല്ല. എല്ലായിടത്തും സ്കൂളിൽ സുംബ ഡാൻസ് നടക്കുന്നുണ്ട്. സമസ്തയാവട്ടെ, സമസ്തയുടെ കീഴിലുള്ള ആളുകളോടാണ് ഇത്തരം ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവർ നടത്തുന്നത്. ഈ അല്പവസ്ത്രം ധരിച്ചാണ് നൃത്തം ചെയ്യുന്നത് എന്ന് പറയുന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം മലപ്പുറവുമായി ബന്ധമില്ലാത്തയാളുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊക്കെ ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നത് ഒരു വ്യക്തതയുമില്ല. എന്താണ് ഈ വിഷയത്തിൽ ഈ മതനേതാക്കളെയൊക്കെ ചൊടിപ്പിക്കാൻ മാത്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന് എതിരാണ് എന്നാണ് ഒരു പ്രസ്താവനയാണ് സമസ്ത ഇ.കെ. വിഭാഗമൊക്കെ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടപെടാമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഫാത്തിമ തഹ്രിയ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ മതനേതാക്കളെ പിന്തുണച്ച് രംഗത്തെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മതനേതാക്കൾ ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തുന്നു. അത് വലിയ സ്പർദ്ധയിലേക്കൊക്കെ പോകുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളും അധിക്ഷേപത്തിനുമൊക്കെ ഇത് ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാലിഹ്, ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇവരോട് ഒന്ന് സൂചിപ്പിക്കണം, ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ കാരണം ഈ സമൂഹത്തിൽ മറ്റേ ഭാഗത്ത് കാത്തിരിക്കുകയാണോ ആൾക്കാർ? ഇത്തരത്തിൽ 1-2 പേര്, ഒരു അഷ്റഫോ അല്ലെങ്കിൽ ഒരു 1-2 ചെറിയ ആൾക്കാർ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവനകൾ, അതിന് ബദലായി വലിയ തോതിൽ പിന്നീട് അതങ്ങ് പോയി നിൽക്കുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് സ്വാലിഹ്. അത് പോകുന്നത് അങ്ങ് പിന്നെ അഫ്ഗാനിസ്ഥാന്, പിന്നെ സിറിയ എന്ന് വേണ്ട ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പോയിട്ട് ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു സമുദായത്തിനെതിരെ നടത്തിക്കൊണ്ട് ഇതൊരു അവസരമാണ് എന്ന് കരുതിക്കൊണ്ട് ആൾക്കാർ രംഗത്തിറങ്ങുകയാണ്. ഇതിന് വഴിവെച്ച് കൊടുക്കേണ്ടുന്ന എന്തെങ്കിലും
ഒരു സാഹചര്യം ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മതപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ? മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ടോ? ഒരു ഇടതുപക്ഷ സർക്കാർ വളരെ മതേതരമായി കാര്യങ്ങൾ അന്തസ്സായി കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വർഗീയവാദികൾക്ക് അവിടെ ഇടം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത്. ഷമ്മി, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഈ വിഷയത്തിലില്ല. ഇത് സൂംബ ഡാൻസ് നടത്തുന്നവരെ പോയി തടയുകയോ അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കുകയോ, നമ്മളിപ്പോ ഈ ബീഫ് നിരോധനത്തിലൊക്കെ കണ്ടതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇത് സമസ്തയുടെ നേതാക്കൾ, അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് തീർത്തും ഒരു പുരോഗമന സമൂഹത്തിന് ചേരാത്ത അഭിപ്രായം ഇവരിൽ നിന്ന് ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത്. ഇത് വലിയൊരു ആശയപരമായ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത സുന്നി വിഭാഗങ്ങളൊക്കെ അവരുടെ വീടുകളിൽ അതല്ലെങ്കിൽ അവരുടെ മദ്രസകളിലൊക്കെ അനുവർത്തിച്ചു പോരുന്ന ഒരു ശീലമാണ് ഇത്തരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരാതിരിക്കുക, നൃത്തം പഠിക്കാതിരിക്കുക എന്നതൊക്കെ. അതൊക്കെ പല കാലങ്ങളിലായി ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് ഈ സമുദായത്തിനകത്ത് തന്നെ വലിയ സംവാദങ്ങളും ആശയ സംവാദങ്ങളും ഒക്കെ നടക്കുകയും ചില സംഘടനകൾ അതിനെ അനുകൂലിക്കുകയും മുസ്ലിം കുട്ടികൾ ഇതൊക്കെ പുറത്തു കടന്ന് ഇതിന്റെയൊക്കെ ഭാഗമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഒരു പുരോഗമനപരമായ ഒരു സമീപനം എടുക്കേണ്ട സംഘടനകളോ മത നേതാക്കളോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളോ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് അത്ര പുരോഗമനപരമല്ല എന്നതാണ്. അതല്ലെങ്കിൽ ഈ സൂംബ ഡാൻസ് തടയാൻ പോവുകയോ അതല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയോ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയും ഇതുവരെ ആ വിഷയത്തിൽ നിന്ന് സമസ്തയുടെ ഒന്നും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും നമ്മൾ കാണേണ്ടതാണ്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കും മറ്റുമൊക്കെ ഈ സമുദായത്തിനെ തന്നെ ചീത്ത പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സ്വാലിഹ്, അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു ചെറിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, എനിക്കെതിരെ എന്ത് നടപടി ഞാൻ വിട്ടുനിൽക്കും, എൻ്റെ മകൻ വിട്ടുനിൽക്കും, ഞങ്ങൾക്കെതിരെ എന്ത് നടപടി വന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് വായിക്കുന്ന ആൾക്കാർ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് സ്വാലിഹ്. അതായത് ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലാണ് ആ പോസ്റ്റ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും അത് ടി കെ അഷ്റഫ് അലി പറഞ്ഞത് നമുക്ക് വിട്ടുകളയാം. അയാൾ ഒരു മത സംഘടനയുടെ വിശ്വത്തിന്റെ നേതാവാണ്. അതേസമയം രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ആ പരാമർശം നടത്തിയെന്നതാണ്. ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ പി കെ നവാസ്, MSFന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന മുസ്ലിം ലീഗിന്റെ നിരവധി വിദ്യാർത്ഥികളുള്ള, നമുക്കറിയാം JNUവിലും മറ്റിടത്തും ഒക്കെ വിദേശ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ, രാജ്യത്തെ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവ് പോലും ഈ വിഷയത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്താണ് ഇതിൽ നിർബന്ധം? ഇനി അങ്ങനെ നിർബന്ധിച്ചാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കേണ്ട പി കെ നവാസ് ഒക്കെ അതിനെ ഈ മത നേതാക്കളെ, ഈ വലിയ പുരോഹിതന്മാരെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. അത് തീർത്തും ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇത് വലിയൊരു ആശയ സംവാദത്തിന് ഇത് തുറന്നിട്ടിട്ടുണ്ട് എന്നത്, പ്രത്യേകിച്ച് ഈ സമുദായത്തിനകത്ത് തന്നെ എന്താണ് ഡാൻസിന് കുഴപ്പം എന്ന ഒരു ചോദ്യം പല മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നു. കുട്ടികൾ വളരെ സജീവമായി ഈ പ്രസ്താവന വന്നതിന് ശേഷവും തുടരുന്നു, കളിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായും ഒരു വലിയ ആശയ സംവാദത്തിന് ഈ വിഷയം ഗുണപരമായിട്ടുണ്ട്. മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പുരോഗമനമായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവരെ തിരുത്താൻ ഈ സമൂഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ തലമുറ ഉണ്ടാവുമെന്ന് സ്വാഭാവികമായും ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അതുമായി ബന്ധപ്പെട്ട് സാധാരണ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാലിഹ് തുടരുക. ഇപ്പോൾ M ജയചന്ദ്രൻ കൂടി തുടരുകയാണ്. ജയചന്ദ്രൻ, അതുതന്നെയാണ് മുസ്ലിം സമുദായത്തിലെ തന്നെ വലിയ ഒരു വിഭാഗം ഇത്തരം ചില മതനേതാക്കളുടെ തിട്ടൂരങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നു. അവർ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഈ സമൂഹത്തിൻ്റെ ഭാഗമായി കൈപിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു.
ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോകേണ്ടവരാണെന്നുള്ള ബോധത്തിൽ പോകുന്നു. അങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഒരു വിഭാഗത്തിന് സഹിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ KM ഷാജിയെ പോലെ ഒരു നേതാവ് പ്രസംഗിച്ചത് നമ്മളുടെ ചെവിയിൽ നമ്മൾ കേട്ടതാണ്. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞതാണ് KM ഷാജി. അപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള ചില ആൾക്കാർ, PK നവാസിനെ പോലെയുള്ള MSF നേതാക്കൾ ഒക്കെ ഈ ഷാജിയുടെ കയ്യും പിടിച്ച് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ സുംബ നൃത്തത്തിനെതിരായി പ്രതികരിക്കുകയാണ്. അവർക്ക് ഈ മുഖ്യധാരാ സമൂഹത്തിൻ്റെ ഭാഗമായി ആ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നില്ലേ? അതെ, അത് മാത്രമല്ല ഉയർന്നു വരുന്നുണ്ട് ഷമീദിൽ. കാരണം ഇപ്പം ഇത് ഈ പൊതുവെ കരുതപ്പെട്ടിരുന്നത്, ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്ന ആൾക്കാരാണ്, ഈ മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഉൽപ്പതിഷ്ണുക്കൾ, പുരോഗമന ആശയക്കാർ എന്ന് നമുക്ക് കരുതാവുന്ന ആൾക്കാരായിട്ടാണ് മുജാഹിദുകളെ കണക്ക് കൂട്ടിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വാലിഹ് പറഞ്ഞ EK സുന്നി വിഭാഗത്തിൻ്റെയോ ഒക്കെ ഉള്ള ആശയധാരയ്ക്ക് പുറത്തും കുറച്ചുകൂടെ ഉൽപ്പതിഷ്ണുത്വം ഉള്ളവരായിട്ടാണ് മുജാഹിദുകളൊക്കെ കണക്കാക്കപ്പെട്ടു പോന്നിരുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാട് തെറ്റാണെന്നും വർഗീയത എന്നുള്ളത് വളരെ വലിയ സ്വാധീന ശക്തിയായി ആ വിഭാഗവും കൊണ്ടു നടക്കുന്നു എന്നിപ്പോൾ നമ്മൾ ഇതിലൂടെ കാണുകയാണല്ലോ. മതത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാണ് വർഗീയത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റുകളാണ് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത്തരത്തിൽ നേരിട്ടാണ് അവർ ഇടപെടുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഫാത്തിമ തഹ്ലിയാണെങ്കിലും നവാസ് ആണെങ്കിലും ഒക്കെ അതുതന്നെയാണല്ലോ ചെയ്യുന്നത്. അധ്യാപകൻ്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ്. അഷ്റഫിൻ്റെ പ്രശ്നം വരുന്നത് ഈ വർഗീയതയും കൊണ്ട് കേരളത്തിനെ എങ്ങോട്ട് നയിക്കാനാണ് ഇവർ പോകുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ന്യൂനപക്ഷ സമൂഹമാണല്ലോ കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ അങ്ങനെയാണ്. ക്രൈസ്തവ സമുദായവും അങ്ങനെയാണ്. പക്ഷേ ആ രണ്ട് സമുദായത്തിനെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന കുറേ ശക്തികളും ഉണ്ടല്ലോ. ഇപ്പോൾ കാസ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കൈരളിയിൽ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു 15 കൊല്ലം മുമ്പ് മുതൽ തുടങ്ങിയ കേരളത്തിലെ ഒരു KSTA ജനറൽ സെക്രട്ടറി TK ഷാഫി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാഫി, ഒരു അധ്യാപകനായ TK അഷ്റഫ് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റോട് കൂടിയാണ് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തീപിടിക്കുന്നത്. അതിന് പിറകെ സമസ്ത വരുന്നു, പിന്നീട് MSF വരുന്നു. ഈ നൃത്തം എന്തോ കുട്ടികൾ അല്പവസ്ത്രമൊക്കെ ധരിച്ച് നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ഇതിൽ പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ കുറ്റമായി മാറുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ ഒരു ചിത്രം, ആരെങ്കിലും കുട്ടികളെ ഇതിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ? കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശമാണ് കുട്ടികൾക്ക് സൂംബ നൃത്തം പോലെയുള്ള കായികക്ഷമത വളർത്തുന്നതും കുട്ടികളുടെ എനർജി ഉപയോഗിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ വേണമെന്നത്. ആ യോഗത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു, വിദഗ്ധരായ ആളുകളും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ആ യോഗം വിളിച്ചത്. അവിടെ അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വിമർശനവുമായി വന്ന ആളുകൾ പോലും ആ യോഗത്തിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയോ പിന്നീട് അഭിപ്രായമുണ്ടെങ്കിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയോ ചെയ്യാതെ ഇപ്പോൾ വിമർശനവുമായി വരുന്നത് വളരെ കൃത്യമായ ദുസ്തലാക്കോടുകൂടിയാണ്. സൂംബ നൃത്തം എന്നുള്ളത് കേരളത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർതൃ സമൂഹവും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങളുടെ അഭിപ്രായമായി ഞങ്ങളുടെ അനുഭവം. തീർച്ചയായും ഒരു സ്ഥലത്ത് പോലും എന്തൊരു വിഡിത്തമാണ് അയാൾ വിളമ്പിയിരിക്കുന്നത്. അല്പവസ്ത്രധാരണ ആണത്ര. എവിടെയാണ് അത്തരം ഒരു അനുഭവമുള്ളതെന്ന് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ ഒരു
പേരുദോഷം പോലും ഇതിലുണ്ടായിട്ടില്ല. ഈ സാഹചര്യം കൂടി ഇത്തരം സംഘടനകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം ആകെ കാവ്യവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നട്ടെല്ലുയർത്തി എതിർത്തു നിൽക്കുന്ന കേരള സർക്കാർ, ആ കേരള സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പിനെയാണിവർ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് എന്നത് ആർക്കാണ് ശക്തി പകരുക? ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വെള്ളവും വളവും നൽകുന്ന പ്രവർത്തനമാണിത് എന്നതും കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഷാഫി, ഇത് ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ നൃത്തം നടക്കുന്നുണ്ട്. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു എതിർപ്പും എങ്ങു നിന്നും ഉയർന്നു വന്നില്ല. ഇതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നാള് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എതിർപ്പ് ഉയർന്നു വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും? കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, എന്നാൽ തങ്ങൾക്ക് പൊതുസമൂഹത്തിൽ പറയാൻ കഴിയാത്തത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു നിലപാടാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം, മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിന് ശേഷം സ്വന്തം നിലക്ക് തന്നെ സ്കൂളുകൾ പല സ്ഥലത്തും ഇത് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അധ്യാപകർക്ക് പരിശീലനം കൊടുത്ത് തീവ്രമായ രൂപത്തിൽ എല്ലാ സ്കൂളുകളും ആവേശത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രചരണം കൊണ്ടുവരുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ആവേശത്തോടു കൂടി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ ദുഷ്ടലാക്കി എന്നുള്ള വാക്യത്തോടു കൂടി ലക്ഷ്യമിട്ടത്. ഒരു ചോദ്യം കൂടി ഷാഫി, ഈ എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നത് എന്നുകൂടിയുണ്ട്. അവരെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു സന്തോഷം നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അവരുടെ ആ ഡാൻസിലൊക്കെ അവർക്കൊന്നും വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സ്വയം മറന്ന് അതിൽ പങ്കാളികളാവുകയാണ്. അതെ 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 ആ ആവേശത്തെ കെടുത്താനാണ് ഇത്തരം ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലക്കെതിരായ ലക്ഷ്യം കൂടി അതിലുണ്ടോ എന്നുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. വളരെ നന്ദി ശ്രീ ടി കെ ഷാഫി പ്രതികരിച്ചതിന്. ഇപ്പോൾ ജയചന്ദ്രൻ തുടരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം കൂടി പറയുന്നുണ്ട്, ഇത്രയും ദിവസമായി ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ട് ആദ്യം മുതൽ തന്നെ ഈ നൃത്തം എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട്. വളരെ ആവേശത്തോടുകൂടി കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു. അപ്പോഴൊന്നും ഒരു എതിർപ്പും വന്നില്ല. ഇപ്പോഴാണ് ഇവർ ഇതറിഞ്ഞത്, എതിർപ്പുമായി രംഗത്ത് വന്നത്. ഈ പറയുന്നത് പോലെ 23-ാം തീയതിയിലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വരേണ്ടി വന്നു ഇവർക്ക് ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ. അതെ, ശ്രീ ഷാഫി അത് കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. അത് എല്ലാ വിദ്യാലയങ്ങളും അത് ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമായി തന്നെ ഇപ്പോൾ നിലകൊള്ളുകയാണ്. അപ്പോഴാണ് ഈ തരത്തിൽ ചില വർഗീയ താല്പര്യങ്ങളോട് കൂടിയ പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നു തുടങ്ങുന്നതും അതിന് പിന്നെ കൂടുതൽ പ്രചാരം നൽകുന്നതും. അതിൻ്റെ പിന്നിൽ സ്വാഭാവികമായും വർഗീയ താല്പര്യങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ ഇനിയിപ്പോൾ പിന്നെയും ഉണ്ടല്ലോ സംഘടനകൾ, ഇനി വരാനുണ്ടല്ലോ, ഇവരെ പോലെ മറ്റു ചിലരും ഉണ്ടാകുമല്ലോ ഷമി. അവരും അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് വരും. ഇപ്പം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയരേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ഈ അർത്ഥനഗ്നത എന്നുള്ള ആ വാക്കിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ ഈ ചർച്ചകളിലെല്ലാം കടന്നു വരുന്ന ഒരു പദപ്രയോഗമായിട്ട് നിൽക്കുന്നത്. അത് അപ്പോൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ അർത്ഥനഗ്നരാക്കി നൃത്തം ചെയ്യിക്കുന്ന ഒരു നൃത്തരൂപമായിട്ടാണോ ഈ സൂംബ ഡാൻസ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് എവിടെയെങ്കിലും ഒരു ഉദാഹരണമെങ്കിലും എടുത്തുകൊണ്ട് പറയണ്ടേ? പിന്നെ 12,000 സ്കൂളുകൾ ഇവിടെ ഉണ്ടല്ലോ. അൺഎയ്ഡഡ് സ്കൂളുകളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ആ സ്കൂളുകളിൽ എവിടെയെങ്കിലും ഈ തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഇത്തരക്കാർ പറയാൻ ബാധ്യതപ്പെട്ടത്. പക്ഷെ അവരത് പറയില്ല. അവർക്ക് ആക്ഷേപിച്ചാൽ മതി. ആ ആക്ഷേപത്തിന് പിന്നെ നമ്മൾ തെളിവ് അങ്ങനല്ല ഇത് എന്ന് അങ്ങോട്ട് തെളിവ് നിരത്തേണ്ട ഗതികേടൊന്നും ഉള്ള സംസ്ഥാനമല്ല ഷമി കേരളം. ഇത് തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ, അത് തന്നെയാണ്. അതാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ, അല്പ വസ്ത്രം ധരിച്ചു വരിക, അതേപോലെ ഒരു പദമാണ് ഇടത് ഹിന്ദുത്വം.
അങ്ങനെ പുതിയ പുതിയ പദങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ട് വരികയാണ് ഒരു വിഭാഗം ആൾക്കാർ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ തലയുയർത്തി ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം മനുഷ്യരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു സംസ്ഥാനത്തില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ്. അവസരം കാത്തിരിക്കുന്ന സംഘപരിവാറിനും ഹിന്ദുത്വ ശക്തികൾക്കും ഇവിടെ വളരാൻ അവസരം കൊടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിൽ അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾക്ക് ഇത്തരം ആൾക്കാർ നേതൃത്വം കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതല്ലേ ശ്രീ ജയചന്ദ്രൻ? അല്ല, ഇത്തരം ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന ഒഴിവാക്കേണ്ടത് എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത്. ഇത്തരം ആൾക്കാരെ നിർബന്ധിതമായി മാറ്റി നിർത്തണം എന്നുള്ളതാണ്. ഒഴിവാക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു 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 തീക്ഷ്ണത അത്രത്തോളം അവരെ ബാധിക്കണമെന്നില്ല. തങ്ങൾ ചെയ്ത് തെറ്റാണെന്നൊരു ബോധം ഉണ്ടാകണമെന്നുമില്ല. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ആ രൂപത്തിൽ ഫീൽ ചെയ്യുകയും കൂടെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ മാറ്റി നിർത്തുക തന്നെയാണ് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം. പക്ഷേ ഈ വർഗീയതാ താല്പര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇവരെല്ലാം പരസ്പരം മത്സരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷമ്മി, ഈ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ഉപയോഗിക്കുക എന്നുള്ള നിലയിലേക്ക് പച്ചയ്ക്ക് വരികയാണ് ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്. ഇപ്പോൾ ഈ സൂംബ ഡാൻസ് ചെറിയ പ്രശ്നം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ ഈ ഇടത് ഹിന്ദുത്വ, അതടക്കം അതെല്ലാം എടുക്കാച്ചിറക്കാണെന്ന് നമുക്ക് പെട്ടെന്ന് തെളിയിക്കാനും പറ്റും അത്രയൊരു ചർച്ചയിൽ വരുമ്പോഴേക്ക്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഇടപെടലുകളാണ് ഇത്തരക്കാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും അവര് ഈ മതത്തെ സ്നേഹിക്കുന്നു എന്ന മട്ടിൽ അവർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അവസരം കാത്തിരിക്കുന്നവർക്ക് വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും അഭിമാനത്തോടു കൂടി ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് കടന്നു കയറാൻ ആർക്കും അവസരം ഒരുക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.